Good morning, everyone. Am I audible? Hello. Good morning, everyone. Am I audible? I'm audible ആണോ? Yes. Thank you so much for joining today's session. നമ്മുടെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് അല്ലേ? മെഡിറ്റേഷൻസ് എല്ലാവരും ഇങ്ങനെ ചെയ്തു പോകാറുണ്ട്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് ഡിസിഷൻസ് എടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Hope you are ready. If you are ready and excited, just comment out RE എന്ന് കമന്റ് ചെയ്യുക. Just comment out RE. ചെറിയൊരു സെഷനാണ്. യു വിൽ ഗെറ്റ് എ ലോഡ് ഓഫ് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ബെനിഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രയാസങ്ങൾ മറികടക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആർ യു റെഡി? യെസ്, ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളെല്ലാവരും നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ടിരിക്കും. എല്ലാവരും പേനയും പേപ്പറും എടുത്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. കാരണം ഇതൊരു കുറച്ച് എക്സസൈസ് കൂടെ, അതായത് കുറച്ച് എഴുതി കാര്യങ്ങളൊക്കെ ചെയ്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിലൂടെ റെഡി ആണെന്നുണ്ടെങ്കിൽ, പേനയും പേപ്പറും എടുത്തിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളെടുത്ത് പേനയും പേപ്പറും ഒക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ PP എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ഡൗൺ പെൻ ആൻഡ് പേപ്പർ. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ ഇഫ് യു ആർ റെഡി വിത്ത് യുവർ പെൻ ആൻഡ് പേപ്പർ. PP എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ഡൗൺ PP. ഓക്കെ, പെൻ ആൻഡ് പേപ്പർ. റെഡി? എല്ലാവരും ചെയ്യട്ടെ. കാരണം ഇത് നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെഷൻ ആയിരിക്കും. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഞാൻ ഒരുപാട് നേരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആക്കി തരാം. ബട്ട് നമ്മൾ എന്തായാലും പേപ്പറും പേനൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഒരുപാട് പേര് റെഡിയാണ്, കമന്റ് ചെയ്യുന്നുണ്ട്. അനീഷ റെഡിയാണ്, സുഹാറ റെഡിയാണ്, ഓക്കെ, സുബൈദ റെഡിയാണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സരിത റെഡിയാണ്. ഓക്കെ, വെരി ഗുഡ്. മിസ്രിയ റെഡിയാണ്, ഷാമില റെഡിയാണ്, വിജീഷ് റെഡിയാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഇനി പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരികയും ചെയ്യും. ഓക്കെ, ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു ടേബിളിന്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് ബെഡിൽ കിടന്നുകൊണ്ട് ഈ സെഷൻ കേൾക്കരുത്. നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇതൊന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതാനും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ റെഡി ആണെന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓക്കെ, പേന പേപ്പർ എടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കേണ്ടത്, നിലവിൽ നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലായിക്കോട്ടെ, ഈ ചോദ്യം റെലവെന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ്, കോഴ്സ് ചെയ്തിട്ടുണ്ട്, തെറാപ്പി ചെയ്തിട്ടുണ്ട്, ഒക്കെയാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് റെലവെന്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഏരിയകളിലാണ് ഇപ്പോൾ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിലവിൽ ഇംപ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഒന്ന് എഴുതാം. ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇതിനു മുൻപൊക്കെ, എന്നാലും ഒന്നുകൂടെ നമുക്ക് ഇപ്പൊ ഒന്ന് എഴുതാം. ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നസ്രീൻ, എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ്, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഏത് ഏരിയകളിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്നത്? ആ ഏരിയാസ് ഒന്ന് എഴുതിയേ. ഹെൽത്ത് ആണോ? വെൽത്ത് ആണോ? വെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ നിങ്ങളിലുണ്ടോ? ഫൈനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങളിലുണ്ട്. ഓക്കെ, അതായത് പണം ചെലവഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണോ? പണം ചെലവഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടാണോ നിങ്ങൾ പണം ചെലവഴിക്കുന്നത്? അതേപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പണം ഏൺ ചെയ്യുന്നുണ്ടോ? വേണ്ടത്ര ഏൺ ചെയ്യുന്നുണ്ടോ? ഒന്നിലധികം വരുമാന മാർഗങ്ങളുണ്ടോ? അല്ലെങ്കിൽ അത് ഞാൻ ഇംപ്രൂവ് ചെയ്യണോ? ഓക്കെ, സോ സാമ്പത്തികമായിട്ടുള്ളത്. ഹെൽത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉറക്കം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത്? അല്ല ഓവർ ഈറ്റിംഗ് നടത്തുന്നുണ്ടോ? ഓക്കെ, ഏതൊക്കെ ഏരിയാസിലാണ്? ഹെൽത്തിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഇനഫ് വെള്ളം കുടിക്കുന്നുണ്ടോ? പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്? ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് ഹെൽത്ത്, വെൽത്ത്.
പിന്നെന്താ, ഫാമിലിയിൽ നിങ്ങളുടെ ബിഹേവിയർ, ഫാമിലിയിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ നിങ്ങളുടെ ബിഹേവിയർ, പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ? നിങ്ങളുടെ വാക്കുകളിൽ കൂടുതൽ നെഗറ്റിവിറ്റി വരുന്നുണ്ടോ? നിങ്ങൾ ചൂടായി പോകുന്നുണ്ടോ? ദേഷ്യപ്പെട്ടു പോകുന്നുണ്ടോ? ക്ഷമയില്ലാതെയാണോ പെരുമാറുന്നത്? അതിലെ കുറച്ചുകൂടെ നിങ്ങൾ പക്വതയോടുകൂടി പെരുമാറുന്നുണ്ടോ? ലൈക്ക് അത് കറക്റ്റ് ആണോ? നിങ്ങൾ ശാന്തനാണോ? നിങ്ങളുടെ തോട്ട്സ്, അടുത്തതാണ് അടുത്ത ഏരിയ, ചിന്തകൾ. നിങ്ങളുടെ ചിന്തകൾ ശരിയായ രീതിയിലാണോ? നിങ്ങളുടെ പെരുമാറ്റം പറഞ്ഞു, അതിൽ പെരുമാറ്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംസാരം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അടുത്ത് ചിന്തകൾ, പോസിറ്റീവായിട്ടാണോ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് അധിക സമയവും? നെഗറ്റീവായ തോട്ട്സ് വരുന്നുണ്ടോ? ചിന്തകളുടെ ഏരിയയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ആവശ്യമുണ്ട്. ചിന്തകൾ പറഞ്ഞു അല്ലെ. ഓവർ തിങ്കിങ് വരുന്നുണ്ടോ? ആവശ്യമില്ലാതെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ? ചിന്തകൾ കൂടുതലാണോ? അല്ല, ചിന്തകൾ ശരിക്കും കുറച്ചിട്ടുണ്ടോ? ശരിക്കും ചിന്തകൾ കുറയാണ് വേണ്ടത്. നമ്മളൊരു ശാന്തത കൈവരിക്കുകയാണ് വേണ്ടത്. സോ ശാന്തമായിട്ട് ഉള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് അത് ഓക്കെയാണോ? അടുത്തത്, ചിലർക്ക് എന്താ വെച്ചാൽ ഇമോഷൻസ് എഴുതിക്കോളൂ. ഇമോഷൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സാഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്, അല്ല ഭയമുള്ള, വെറുതെ ആങ്സൈറ്റി വരുന്നു, പേടി വരുന്നു, അങ്ങനെയുള്ള ഇമോഷൻസ് ആണ് കൂടുതലുള്ളത്? നിങ്ങൾക്ക് നിങ്ങൾ പോരാ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമോഷൻസ് ഉണ്ടോ? നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ ഹാപ്പിനെസ്, സന്തോഷമാണോ, ആനന്ദമാണോ, ഏതാ നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്? അതിലേതെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് പലതും അല്ലെ. നഷ്ടബോധം ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാവും, അത് ഫീൽ ചെയ്യുന്നുണ്ടോ? നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു മാനക്കേടൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പോരാ, അങ്ങനെയുള്ള ചിന്ത വെച്ചിട്ടോ? സോ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്സ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഇമോഷൻസിന്റെ ഏരിയാസ്. വേറൊരു ഏരിയ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടോ? ഒത്തുകൂടാറുണ്ടോ? അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ? അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധം ഹെൽത്തി ആണോ? അല്ല അവരിൽ നിങ്ങൾ അസ്വസ്ഥരാവാറുണ്ടോ? ഓക്കെ, ഓരോന്നിനും 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നു നോക്കുക കേട്ടോ. ഇതിൽ ഏതൊക്കെ ഏരിയാസിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഫ്രണ്ട്ഷിപ്പ് അല്ലെ, സൗഹൃദ ബന്ധങ്ങൾ. അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതില് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതിൽ നിങ്ങളുടെ ബന്ധുക്കളുണ്ട്, നിങ്ങളുടെ ഫാമിലി, കുടുംബാംഗങ്ങളുണ്ട്. ഇതൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത് നോക്കുക. അടുത്തത് എന്താണ്? അടുത്ത ഏരിയ എന്താണ്? റിലേഷൻഷിപ്പ് പറഞ്ഞു. പിന്നെ റിലേഷൻഷിപ്പ് പറഞ്ഞു, പിന്നെ ഫാമിലി പറഞ്ഞു. ഫാമിലി റിലേഷൻഷിപ്പും അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, ഫാമിലി റിലേഷൻഷിപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് കേട്ടോ. വേറെ നിങ്ങളുടെ ഏരിയാസ്, വേറെ നിങ്ങളുടെ ഏരിയാസ് ഏതാണെന്നുള്ളത് നോക്കുക കേട്ടോ. വേറെ എവിടെയാണ് നിങ്ങൾ പോരായ്മയുള്ളത്? ഹെൽത്ത് പറഞ്ഞു, റിലേഷൻഷിപ്പ് പറഞ്ഞില്ലേ. സ്പിരിച്വാലിറ്റിയുടെ കാര്യം, ഇപ്പൊ റംസാൻ മാസമാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊക്കെ പ്രാക്ടീസ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടോ? സ്പിരിച്വലി നിങ്ങൾ എങ്ങനെയാണ്? സ്പിരിച്വലി നമ്മൾ ആവേണ്ടത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്, ശാന്തമായിട്ടുള്ള, പ്രകൃതക്കാരനായിട്ടുള്ള, ഇമോഷൻസിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ കഴിയും. സ്പിരിച്വൽ പ്രാക്ടീസസുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിലെന്തൊക്കെ വരും? മെഡിറ്റേഷൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മെഡിറ്റേഷൻ അതിൽ 10ൽ എത്ര മാർക്ക് കൊടുക്കും നിങ്ങൾ? അതേപോലെ നിങ്ങൾ പല കോഴ്സുകളൊക്കെ ചെയ്തവരായിരിക്കാം. നമ്മുടെ കോഴ്സുകൾ അഫർമേഷൻസ് എഴുതാറുണ്ടോ? അതേപോലെ നിങ്ങളുടെ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? വിഷ്വലൈസേഷൻ. അതേപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ടോ, പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് തിങ്കിങ്. അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ടോ? ഓക്കെ, ഇതൊന്നും പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ശരിക്കും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയണം, ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
EFTയിൽ ട്രോമ ഹീലിംഗ് തെറാപ്പീസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? കാരണം ഇതൊരു റിമൈൻഡറും കൂടിയാണ് ഈ സെഷൻ. ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, വീണ്ടും ട്രാക്കിലേക്ക് എടുക്കാൻ വേണ്ടി. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? തെറാപ്പീസ് പറഞ്ഞു. ഓക്കെ, തെറാപ്പീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പിന്നെ വാട്ട് എൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്? നസ്രീൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിത്തിങ്? കോഴ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് ഫർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ്, ഫർഗിവ്നെസ്. അതെ, ഫർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അതേപോലെ ഹോപ്നോപ്നോ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഹോപ്നോപ്നോ അറിയാലോ, ഹോപ്നോപ്നോ. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അതായത് ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഓക്കെ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇതിലൊക്കെ നിങ്ങൾ എത്രത്തോളം ട്രാക്കിലാണ് നിങ്ങളൊന്ന് വിലയിരുത്തും. ഇതാണ് എന്താ വെച്ചാൽ അതൊക്കെ സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ്. ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥന അതുപോലെ വരുന്നൊരു കാര്യമാണ്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അല്ലേ? അടുത്തത് നിങ്ങളുടെ ഡെയിലി ടു ഡു ലിസ്റ്റ് നിങ്ങൾ എഴുതാറുണ്ടോ? അടുത്ത ചോദിക്കേണ്ടത് ടു ഡു ലിസ്റ്റ്, ഗോൾസ്. യെസ്, ഗോൾസ്. വിജീഷ് പറയുന്നു, ഗോൾസിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണോ? എത്ര കണ്ട് ഫോക്കസ്ഡ് ആണ്? 10ൽ എത്ര മാർക്ക് കൊടുക്കും? ഫോക്കസ്ഡ് ഓൺ ഗോൾസ്. അതിനു വേണ്ട വർക്കുകൾ എത്ര കണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വിഷൻ ബോർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചോ? ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ് ദീസ് ക്വസ്റ്റ്യൻസ്. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമാണ് അല്ലെ? പിന്നെ അടുത്തത് നമ്മുടെ വർക്കുകൾ ഫിനിഷ് ചെയ്യാറുണ്ട്. ആം എ ഫിനിഷർ when it comes to work. വർക്കിന്റെ കാര്യം വരുമ്പോൾ, ജോലിയുടെ കാര്യം വരുമ്പോൾ ഞാൻ ഫിനിഷ് ചെയ്യാറുണ്ടോ? ഞാൻ ജോലി ഫിനിഷ് ചെയ്യുന്ന ഒരാളാണ്. ചോദിക്കുക, ആം എ ഫിനിഷർ, അതോ തുടങ്ങി വെച്ച് പകുതിക്ക് വെച്ച് നിർത്തി പോവാണ്? ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്താ വേണമെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഏതൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളത്. ശരിയാണോ? മനസ്സിലായോ? ഏതൊക്കെ ഏരിയാസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായോ? യെസ്. ഏതൊക്കെയാ? എത്ര എണ്ണം ഫോക്കസ് ചെയ്യാനുണ്ട്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. ആ നമ്പർ ഒന്ന് താഴെ കൊടുത്തേ. എത്ര ഏരിയാസിൽ ഫോക്കസ് ചെയ്യാനുണ്ട്? ചിലർ പറയുന്നത് ഇതെല്ലാം എനിക്ക് ഫോക്കസ് ചെയ്യാൻ. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇത് അത്രയൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. 10 എണ്ണം ഫോക്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ നല്ലൊരു ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. നല്ലൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ ട്രാക്കിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് കേട്ടോ. 6 എണ്ണം ഫോക്കസ് ചെയ്യാനുണ്ട്, 14 എണ്ണം ഫോക്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നോ ഇഷ്യൂ. മോശമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഇന്ന് മുതൽ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. 4 എണ്ണം ഫോക്കസ് ചെയ്യാനുണ്ട്. കുറവാവാൻ സാധ്യതയില്ല. 4 അല്ല ഉള്ളത്, ഉറപ്പാ. അതിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. സമീറ പറയുന്നു ഫുള്ള് ഫോക്കസ് ചെയ്യാനാണ്. ഓക്കെ, ശരി. അപ്പൊ അത് എണ്ണ ഒന്ന് എഴുതി വെക്കട്ടോ. എണ്ണ എന്തായാലും എടുക്കൂ. ഇതെന്താണ് സംഗതി? നമ്മൾ ഇരുന്ന് ചിന്തിക്കണം നമ്മുടെ ലൈഫിൽ നമ്മളെ. പക്ഷെ നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? ഓവർവെൽമഡ് ആവരുത്. ഓവർവെൽമഡ് ആവണ്ട. ഇത്രയും ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ ചെയ്യാ? ഇതൊക്കെ ചെയ്യണ്ടേ? ഞാൻ എങ്ങനെ കറക്റ്റ് ആക്കാവോ? എനിക്ക് ആകെ ആലോചിച്ചിട്ട് സാറിപ്പ് ഇതൊക്കെ അവിടെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതുവരെ ഇല്ലാത്ത ടെൻഷൻ വന്നു. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇറ്റ്സ് ഓക്കെ, അറ്റ്ലീസ്റ്റ് ഐ ആം ഗ്രേറ്റ്ഫുൾ, താങ്ക് യു പറയാം. എന്താ പറയേണ്ടത്? നിങ്ങൾ ആദ്യം പറയണത് വെച്ചാൽ ഐ എം സോറി, ഞാൻ ഇത്രയും കാലം ഫോക്കസ് ചെയ്തില്ല, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ. ഈ ഏരിയാസിലൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ളതായിരുന്നു, ഞാൻ ഫോക്കസ് ചെയ്തില്ല, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ. നമ്മൾ നമ്മളോട് തന്നെ പറയാം, ഐ എം സോറി, പ്ലീസ് ഫർഗീവ്. എന്നിട്ട് പറയേണ്ടത് എന്താണ്? ഇപ്പോ നമുക്ക് അത് തിരിച്ചറിഞ്ഞല്ലോ. ആ തിരിച്ചറിവിന് എന്ത് ചെയ്യാം? താങ്ക് യു, നീ തിരിച്ചറിഞ്ഞല്ലോ, താങ്ക് യു, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കും, താങ്ക് യു, ഐ ലവ്. പിന്നെ പറയണമെന്ന് വെച്ചാൽ ഒന്ന് ഇതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അടുത്ത എന്താ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. നമ്മൾ ഇത് ചെയ്യണം. കാരണം നമ്മൾ ഒരു സെൽഫ് ലവിൽ നിന്നാണ്, ഒരു സെൽഫ് കമ്പാഷനിൽ നിന്നാണ് നമുക്ക് സ്ട്രെങ്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. സെൽഫ് കമ്പാഷൻ വേണം. സെൽഫ് കമ്പാഷൻ എന്താണ്? നമ്മൾ നമ്മളോട് സ്നേഹത്തോടെ കരുണയോടെ പെരുമാറണം.
അങ്ങനെ സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതെല്ലാം കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതെല്ലാം സംഗതികൾ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും വീക്കായി പോവാറുണ്ട്, ഡിസ്ട്രാക്റ്റഡ് ആയി പോവാറുണ്ട്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു കൊണ്ടുവരും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ടാപ്പിംഗ് മെത്തേഡാണ്. അതായത് തെറാപ്പി. നിങ്ങളിത് പഠിച്ചിട്ടില്ല എന്നിട്ട് പഠിച്ചവർ എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങളെ കാം ഡൗൺ ആക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താവും, പ്രയാസങ്ങൾ എന്താവും, അതിൽ നിന്ന് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ ഏറ്റവും നല്ല മെത്തേഡാണ് EFT മെത്തേഡ്. ജസ്റ്റ് 16 അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ പോയിന്റുകളിൽ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ട്രാപ്ഡ് ആയി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല? ചില ഏരിയാസ്, ചില സംഗതികളിൽ നമ്മളുടെ എനർജി ബ്ലോക്ക്ഡ് ആണ്. ആ എനർജികളിൽ നിന്ന്, ഇമോഷണൽ ബ്ലോക്കിൽ നമ്മൾ കുടുങ്ങി കിടക്കുന്നു. അതിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്താൽ മതി. അത് മാത്രമല്ല പ്രശ്നം, അതും ഒരു പ്രശ്നമാണ്, പ്രധാനപ്പെട്ട പ്രശ്നം. സോ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും കറക്റ്റ് ആയി. എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? കറക്റ്റ് യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓർ ഇമോഷണൽ സ്റ്റേറ്റ്. നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ്, വൈകാരികമായിട്ടുള്ള സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ആണ്. അതിപ്പോ ഇങ്ങനെയാ അപ്പ് ആൻഡ് ഡൗൺ. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്, യു അഗ്രി വിത്ത് മീ? പല സമയത്തും പല മൂഡാണ്, പല സമയത്തും പല തോന്നലുകൾ. അപ്പൊ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. ഹൗ യു ഗുണ അതെങ്ങനെ ബാലൻസ് ആക്കുന്നത്? ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ആക്കാൻ പറ്റുമോ? യു ഹാവ് ടു ഹാവ് എ ബാലൻസ്ഡ് ലൈഫ്. എപ്പോഴും എല്ലാത്തിനും എന്താണ്? ബാലൻസ് ആണ് പ്രധാനം. ഇറ്റ്സ് നോട്ട് ഈസി. ആ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെ? നമ്മളൊരു ഒരു 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 രണ്ട് പലക വെക്കുകയാണ്. ഒരു പലക നമുക്ക് നേരെ ബാലൻസ് ആക്കി നിർത്തണം. ബാലൻസ് ആക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? കറക്റ്റ് അളവിൽ ചിലപ്പോൾ 2 തൂണ് കൊടുക്കേണ്ടി വരും, അല്ലേ? അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ തൂണുള്ളൂ, മറ്റേ സൈഡിൽ തൂണില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് വീഴും അല്ലെങ്കിൽ ചെരിയും. ബാലൻസ്ഡ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അതിന് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ടാണ് ബാലൻസ് ചെയ്യാനുള്ള കാര്യം. എന്താണ് സപ്പോർട്ട്? ആ സപ്പോർട്ടിൽ ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട്, ഇമോഷണൽ ബ്ലോക്കുകളിൽ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമോഷണൽ കൺസിസ്റ്റൻസി, അതിന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ കൈകള് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യും, ഇങ്ങനെ ടാപ്പ് ചെയ്തു, ഇങ്ങനെ ടാപ്പ് ചെയ്യുക, ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കീപ്പ് ഓൺ ടാപ്പിംഗ് ആൻഡ് ടാപ്പിംഗ് ആൻഡ് ടാപ്പിംഗ്. ഇത് ചെയ്തോളൂ, എന്റെ കൂടെ ചെയ്തോളൂ, ജസ്റ്റ് ചെയ്തോളൂ, ജസ്റ്റ് ടാപ്പ് ചെയ്യും. ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ചെയ്യും. ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളോട് പറയാം, റിലീസ്, റിലാക്സ്. പറഞ്ഞാൽ റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ്, റിലാക്സ്, റിലീസ്, റിലാക്സ്, റിലീസ് ആൻഡ് റിലാക്സ്. ഓക്കെ, അടുത്തത് ജസ്റ്റ് എന്ത് ചെയ്യാം? ഐബ്രോ പോയിന്റ്. റിലീസ്, റിലാക്സ്, റിലീസ്, റിലാക്സ്. പുരികത്തിന്റെ അവിടെ ജസ്റ്റ് റിലീസ്, റിലാക്സ്. കണ്ണിന്റെ സൈഡിൽ റിലീസ്, റിലാക്സ്, റിലീസ്, റിലാക്സ്, റിലീസ്, റിലാക്സ്, റിലീസ്. എന്തെങ്കിലും ടെൻഷൻസോ സംഗതികളോ ഒക്കെ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. റിലീസ്, അത് റിലീസ് ചെയ്ത് കളയാൻ. എന്നിട്ട് റിലാക്സ്, നമ്മളെ റിലാക്സ് ആണ്. അടുത്തത് കണ്ണുകൾക്ക് താഴെ റിലീസ്, റിലാക്സ്, റിലീസ്, റിലീസ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും റിലീസ് ആവട്ടോ. ആൻഡ് റിലാക്സ്. അടുത്തത് മൂക്കിന് താഴെ, ചുണ്ടിന്റെ ഈ ഒരു കുഴിയിൽ
Release and relax. Release and relax. ചുണ്ടിന് താഴെ. Release. Relax. Release and relax. Release, relax. അടുത്തത് കോളർ ബോൺ എന്ന് പറയും. താഴെ ഇവിടെ ഈ ഒരു നെഞ്ചിൽ. Release, relax. Release, relax. Release, relax. ഓക്കെ. ജസ്റ്റ് വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ കയ്യിൽ റിലീസ് ആൻഡ് റിലാക്സ്. റിലീസ് ആൻഡ് റിലാക്സ്. Release and relax. Release and relax. Okay. എന്താ ഫീൽ ചെയ്യുന്നത്? What is your feeling? Just tell me. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്താണ്? കാംനെസ് ഫീൽ ചെയ്യുന്നു, റിലീസ് ആയതുപോലെ ഫീൽ ചെയ്യുന്നു, ഹാപ്പി ഫീൽ ചെയ്യുന്നു, ടെൻഷൻ കുറച്ച് കാമായി അല്ലെ, മനസ്സൊന്ന് ക്ലിയർ ആയി, മുംതാസ് കൂളായി. എത്ര ടൈം ചെയ്യണം? നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ഇങ്ങനെ തോന്നുന്നത് അപ്പോഴൊക്കെ ചെയ്യുക. ഇത് ആക്ച്വലി നമ്മളുടെ EFT എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇപ്പം ഈ ഒരു മാസത്തിൽ നടക്കുന്ന നമ്മുടെ ബാച്ച് നാളെ നടക്കുകയാണ്. ഇന്നല്ല, നാളെ ആരംഭിക്കാൻ പോവാണ്. 12-ാം തീയതി. ഇന്ന് 11 നാളെ 12-ാം തീയതി ആരംഭിക്കാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം. ഇതൊരു ചെറിയൊരു പാർട്ടാണ് അതിന്റെ പഠിപ്പിച്ച. ആ ഒരു കോഴ്സിൽ പങ്കെടുത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കോഴ്സ് നാളെ ഉണ്ട്, അതിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏത് രൂപത്തിൽ ചെയ്യണം. അതൊരു 10 ദിവസത്തെ ഇന്റൻസീവ് ആയിട്ടുള്ള സൂം ക്ലാസ്സിലൂടെയുള്ള കോച്ചിങ്ങും പിന്നെ 30 ഡേയ്സിന്റെ 1-to-1 കോച്ചിങ്ങും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 1-to-1 കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ്. നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ ബ്ലോക്സിനെ ഹീൽ ചെയ്യാൻ പറ്റും. ഇന്ന് നിങ്ങൾ എഴുതിയ കുറേ ലിസ്റ്റില്ലേ, ഈ ലിസ്റ്റിൽ പലതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫീ വരുന്നത് എന്ന് വെച്ചാൽ നോർമലി ഇതിന്റെ ഫീ വരുന്നത്, ആക്ച്വൽ ഫീസ് വരുന്നത് 12,600 ആണ് ഇതിന്റെ ഫീസ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ റംസാൻ പ്രമാണിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് 8,000 rupees ആണ് ഇതിന്റെ ഫീ വരുന്നുള്ളൂ. 8,500. 8,500 ആണ് വരുന്നത്. റിലീസ് ആൻഡ് റിലാക്സ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുക, പറയാം. നമ്മൾ ഇത് 16 പോയിന്റ്സ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മളിപ്പോൾ പകുതി പോയിന്റ്സ് ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി പകുതി പോയിന്റ്സ് കൂടെ ഉപയോഗിക്കാനുണ്ട്. ഇതെല്ലാം കൂടെ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തത് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ ഇത് ട്രോമ, ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ ടാപ്പ് ചെയ്യുന്ന മെത്തേഡ്, ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നത്, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ ട്രോമാറ്റിക് ഇൻസിഡൻസുകളും, അതായത് നമുക്ക് ട്രോമ തന്നുള്ള വേദനാജനകമായ എല്ലാ ഇമോഷൻസിൽ നിന്നും നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. അങ്ങനെ ഫ്രീ ആക്കി നമുക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആകാനും പറ്റും. അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പുറത്ത് കിടക്കാൻ പറ്റും. ലവ് ഫെയിലിയർ ആവട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവട്ടെ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കാവട്ടെ. ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാലേ വഴക്ക് കൂടി മടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അതിൽ നിന്നൊക്കെ മോചിതരാവണം. എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാം, ഇത് പഠിച്ചെടുക്കാം. അപ്പൊ ഇത് ഒരു മെത്തേഡാണ്. നമുക്ക് ഒരുപാട് മെത്തേഡ്സുകൾ പറയാനുണ്ട്. അതിലൊരു മെത്തേഡാണ് ഇത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നാളെ നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്, ടീം മെമ്പേഴ്സ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ഉമൈവ മാം പറയുന്നു ജോയിൻ ചെയ്തോളൂ, സെറ്റ് ആകും. ഓൾറെഡി അതിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ, പല ആൾക്കാരുണ്ട്. നുസ്രത്ത് മാം ഉണ്ട്, ഐ തിങ്ക് ഷീ ഈസ് ദേർ, അനിത മാം ഈസ് ദേർ. ഒരുപാട് പേര് എന്താ വെച്ചാൽ അതിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്.
അനിത മാം ഇസ് ദർ. യെസ് യെസ്. എന്താണ് പറയാനുള്ളത്? ഒരു 2 മിനിറ്റിലൊന്ന് പറയാവോ നുസ്രത്ത് മാം? ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ട് എന്താണ്? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു. ഒന്നാമത്തെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും. ആ പിന്നെ കുറച്ച് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഒരു ചാൻസസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അതെ. എത്രത്തോളം ലൈഫിൽ കോഴ്സിന് മുൻപുള്ള ഒരു ലൈഫിൽ നിന്ന് കോഴ്സിന് ശേഷമുള്ള ലൈഫിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? മെയിനായിട്ട് നല്ല സമാധാനം ഉണ്ട്. കോഴ്സിന് മുമ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ശ്രദ്ധയൊക്കെ പിന്നീടാ കിട്ടിയത്. ഓക്കെ. ശ്രദ്ധയൊക്കെ കുറവ്. ഓക്കെ, വെരി ഗുഡ്. അനിത മാം ഒന്ന് പറയാവോ? താങ്ക് യു. ഹലോ സർ, ഗുഡ് മോർണിംഗ്, ഹാപ്പി റംസാൻ. ഹാപ്പി റംസാൻ. സദാശംസകൾ. ഇത് വന്ന ശേഷം നമുക്ക് മൈൻഡ് കാം ആവും. പിന്നെ എന്ത് പ്രോബ്ലം വന്നാലും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്കത് കഴിയാൻ പറ്റും. ഹെൽത്ത് ആവട്ടെ, വെൽത്ത് ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, അത്ര തന്നെ. പിന്നെ നമ്മൾ പിന്നെ വന്നത് കൊണ്ട് കാര്യമില്ല. മോർ ദാൻ പ്രാക്ടീസ് 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 ചെയ്താൽ മാത്രം ഇതിന്റെ റിസൾട്ട് കിട്ടൂ. നമ്മളൊരു കോഴ്സ് പങ്കെടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അതിന് റിസൾട്ട് കിട്ടില്ല. എത്രത്തോളം നമ്മൾ ഇതിന് ഇൻവോൾവ് ആവുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് അതിന് കിട്ടും എന്നതാണ് എന്റെ വിശ്വാസം. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, മടിച്ചു നിൽക്കണ്ട. ഈ 8000 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുമല്ല. ജീവിതത്തിൽ നമുക്ക് അതിലേക്കാട്ട് 80,000 ലക്ഷം വരെ നേടാൻ ഈ കോഴ്സും കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയൊരു മുതൽ മുടക്കും. നമുക്ക് 2 പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോയാൽ, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒരു വല്ല ഭക്ഷണശാലയിൽ പോയാൽ നമുക്ക് മുടക്കുന്ന ഒരു പൈസയാണ്. ഒരു ഡ്രസ്സ് ഇപ്പൊ റംസാനാണ്, ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ നമുക്ക് എത്ര ചിലവ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ അത് ഓണം, വിഷു, അങ്ങനെ ഓരോ സമയത്ത് നമ്മൾ എടുക്കുന്ന ഡ്രസ്സുകളുണ്ട്. നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്കത് കിട്ടും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാപ്പോഴും ഇത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്താ ഇവരുടെ ഏജന്റായി പ്രവർത്തിക്കണമെന്ന് ചോദിക്കാറുണ്ട്. അതൊന്നുമല്ല, എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്കിത് മോർ ദാൻ എന്റെ ഓരോ പ്രോബ്ലംസ് ആർക്കറിയാം. എല്ലാ പ്രോബ്ലങ്ങളും ഞാൻ ഹലോ എന്റെ ഓരോ പ്രോബ്ലത്തും ഞാൻ ഈ EFT കൂടെ തന്നെയാണ് അത് റിലീസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മോർ ദാൻ ഇഫക്റ്റീവ് ആണ്. നിങ്ങൾ ചെയ്യുക, ചേരുക, അനുഭവിച്ചറിയുക. അതാണ് ഞാൻ ഏറ്റവും പറയുന്നത്. അനുഭവത്തിലൂടെ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം. നമ്മുടെ ഓഡിയോ ഇഷ്യൂ ഉണ്ടെന്ന് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അവർ പറഞ്ഞത്രേ ഉള്ളൂ, മാം പറഞ്ഞത്രേ ഉള്ളൂ. പ്രോഗ്രാം എന്തായാലും നിങ്ങൾ ചെയ്യുക. പ്രോഗ്രാമിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. എനിവേ, നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. അത് റെഡി? അടുത്ത പോയിന്റിലേക്ക് പോവാം. കോഴ്സിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ. ഇപ്പൊ സുബൈദ മാം ഉണ്ട്. സുബൈദ മാം നമ്മുടെ ടീച്ചർ. പറഞ്ഞാലും മതിയാവില്ലേ? എത്ര പറഞ്ഞാലും നമുക്ക് അറിയില്ല. നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം, ഫീൽ ചെയ്യുക. അത്ര തന്നെ ഞാൻ പറയാനുള്ളൂ. മോർ ദാൻ ഓരോ വ്യക്തികൾ ഇതിലെ വന്ന് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. ഷുവർട്ടായിട്ട് പറയുന്നു, അത്രമാത്രം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സോ ഇനി നമ്മുടെ അടുത്ത ടെക്നിക്കിലേക്ക് പോവാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറഞ്ഞു അല്ലെ. അടുത്ത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് നമ്മുടെ ദ ഫുഡ് വി ഈറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ബാലൻസ് ചെയ്യണം. കാരണം നിങ്ങൾ ഒരുപാട് തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വെച്ചാൽ ഹോർമോൺ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കണം. ഇപ്പൊ റംസാൻ മാസമാണ്. ഇപ്പം തീർച്ചയായിട്ടും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പല ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. പക്ഷെ ചില ആൾക്കാർ ഇപ്പൊ അങ്ങനെ ഒരു വിശ്വാസമല്ലാത്ത ആൾക്കാർ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്ന അവസരം കൂടിയാണ്. പക്ഷേ റംസാൻ മാസമാണ് എങ്കിലും എന്തിനാണ് ഈ നോമ്പൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ വ്രതം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ്? പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തെ ക്ലെൻസ് ചെയ്യാനാണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് രാത്രി പോയിട്ട് എന്താ വെച്ചാൽ സകലതും പൊരിച്ചതും അതും ഇതും മധുരമുള്ളതും അങ്ങനെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം, അത് നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഹീൽ ചെയ്യും, ഒരു സൈഡിൽ നമ്മൾ തെറാപ്പി ചെയ്യും, ഒരു സൈഡിൽ നമ്മൾ
ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോയാലും വേറെ സൈഡിലൂടെ ശരീരത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ മോശമായിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസ് സംഗതികൾ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള സംഗതികൾ കഴിക്കരുത്. അപ്പോൾ പ്രത്യേകിച്ച് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അറിവ് നേടുക എന്നാ എനിക്ക് പറയാനുള്ളത്. കാരണം അത് എൻ്റെ മേഖലയല്ല, ഞാനത് പഠിപ്പിക്കുന്നില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പറഞ്ഞു തരാൻ പറ്റില്ല. ജനറൽ ആയിട്ട് കുറേ നോളജ് ഉണ്ട്. പ്രധാനമായിട്ടും എന്താ വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, എണീറ്റ ഉടനെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഇനഫ് ഫ്രൂട്ട്സ് കഴിക്കുക, ഇനഫ് വെജിറ്റബിൾസ് കഴിക്കുക, മീറ്റ് കുറച്ച് കഴിക്കുക. അതേപോലെ തന്നെ മധുരം കമ്പാരിറ്റീവ്ലി എന്താ പറയുക, നമുക്ക് പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷുഗറിന്റെ കാര്യം പറഞ്ഞു, മധുരത്തിന്റെ കാര്യം അവോയ്ഡ് ചെയ്യുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇതിൽ തന്നെ ചില ആൾക്കാരുടെ ഫിസിയോളജി അനുസരിച്ച്, ചില ആൾക്കാരുടെ ശരീരം അനുസരിച്ച് അതിൽ ചില ഡിഫറൻസസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണം. പഠിച്ചിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല ഒരു ഡയറ്റീഷ്യനെ പോയി കാണുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാലൻസ് ചെയ്യാൻ എക്സസൈസ്. വ്യായാമം ചെയ്തേ പറ്റൂ. നിങ്ങൾ വീട്ടിലാണ്, നിങ്ങൾ സ്ത്രീയാണ്, വീട്ടമ്മയാണ്, ഇതൊന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങളുടെ ശരീരത്തിന് അതൊന്നും അപ്ലിക്കബിൾ അല്ല. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിന് വ്യായാമം ആവശ്യമാണ്. ഇപ്പൊ ഈ വ്രതം എടുക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിപ്പം വ്രതത്തിലേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പോയിക്കോട്ടെ. അതല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും വ്യായാമം മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ലൈഫിൽ കൊണ്ടുവന്നേ പറ്റൂ. കാരണം നിങ്ങളുടെ ശരീരം മൂവ് ചെയ്താലാണ് എനർജി നിങ്ങളുടേത് ചേഞ്ച് ആവുള്ളൂ, എനർജി ബാലൻസ്ഡ് ആവുള്ളൂ. ഓക്കെ, എനർജി ബാലൻസ്ഡ് ആവുന്നതിൽ ശരീരം ചലിക്കണം. ഇപ്പോൾ ഉള്ള അധിക അസുഖങ്ങളുടെയും കാരണം മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള മൂഡിന് പോലും പ്രശ്നം ശരീരം അധികം ചലിക്കുന്നില്ല. കാരണം എനർജി ചേഞ്ച് ആവുന്നില്ല. യു ഹാവ് ടു മൂവ് അറൌണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചില ഡിഫറൻസുകൾ ഉണ്ട്. എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ കിടക്കരുത്. ബെഡിന്റെ ഒരു സൈഡിൽ തന്നെ കിടക്കരുത്. ബെഡിന്റെ ഒരു സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കാം. ഒരേ സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. ആ ചെയർ ഒന്ന് മാറ്റി പിടിക്കാം. ചില നിങ്ങൾക്ക് എനിക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണം, നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടാവും അല്ലെ, ആ ടേബിളിന്റെ അടുത്ത്, ആ ടേബിളിന്റെ ആ മൂലയിൽ, ആ ഇന്ന സൈഡിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടാവും. അതൊക്കെ മാറ്റി പിടിക്കുക. മൂവ് അറൌണ്ട്, ചേഞ്ച് യുവർ പൊസിഷൻസ്. കാരണം ഓരോ ലൊക്കാലിറ്റിക്കും ഒരു എനർജി ഉണ്ട്, ഓരോ സ്പേസിനും എനർജി ഉണ്ട്. നിങ്ങളുടെ ഓരോ വീട്ടിലെ ഓരോ റൂമിനും എനർജി വ്യത്യാസമുണ്ട്. ചേഞ്ച് യുവർ എനർജി. ഓക്കെ, അപ്പൊ നിങ്ങളെന്ന് വെച്ചാൽ ചില സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റുന്നവർ എന്ത് ചെയ്യുക, അത് ചെയ്യണം. എക്സസൈസ് എന്തായാലും മസ്റ്റ് ആണ്. ഒന്നുകിൽ നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് വിയർക്കണം, നിങ്ങൾ ശരീരം ഒന്ന് ഇളകണം. ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എക്സസൈസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രായം ഒരു പ്രശ്നമേ അല്ല. ഇത്ര പ്രായം എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നടക്കാൻ ഇറങ്ങുക. ഓക്കെ, നടക്കാൻ ഇറങ്ങുക ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്തിട്ട് കാമാക്കണമെന്നുണ്ടെങ്കിൽ ചിന്തകൾ കുറക്കുക. ചിന്തകൾ എന്ത് ചെയ്യണം, കുറക്കണം. നിങ്ങളെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിന്തകൾ കുറക്കണം. ചിന്തകൾ കുറക്കണമെന്നുണ്ടെങ്കിൽ സംടൈംസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ചില പേഴ്സണൽ മെന്റൽ ഇൽനെസ് പോലുള്ള ചില പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. നമ്മളിൽ അധികം ആൾക്കാർക്കും പല പ്രശ്നങ്ങളുള്ളതും നമ്മൾ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല, ഡയഗ്നോസ് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. നിങ്ങളിൽ അധികം ആൾക്കാർക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞു കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെ കുറച്ച് ദിവസം ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഇതൊന്നും ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. തീരെ പറ്റാതെ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എങ്കിൽ, റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ, വല്ലാത്ത ദേഷ്യം, കടുത്ത ദേഷ്യം, അതേപോലെ തന്നെ നിങ്ങൾ വല്ലാണ്ട് നിർത്താൻ കഴിയാതെ സംസാരിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ വല്ലാത്ത ആങ്സൈറ്റി വരിക, പാനിക് അറ്റാക്ക് പോലുള്ള സംഗതികൾ വരും. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഒരു സമാധാനം ഇല്ലാത്തത്. ചിലപ്പം എന്തെങ്കിലും പ്രശ്നം നമുക്കുണ്ടാകും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും രീതിയിൽ തെറാപ്പി എടുത്തിട്ട് ഞാൻ ക്ലിയർ ചെയ്യണോ, സൈക്കോ തെറാപ്പി ഇങ്ങനെയുള്ള സംഗതികൾ ഏതെങ്കിലും തെറാപ്പി എടുത്തിട്ട് ക്ലിയർ ചെയ്യണോ, EFT തെറാപ്പി പോലുള്ള സംഗതികൾ എടുത്ത് ക്ലിയർ ചെയ്യണോ? അതല്ല, എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുപോലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. സോ മേ ബി യു നീഡ് സം മെഡിക്കേഷൻ സപ്പോർട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും,
ചെറിയ ഡോസിലുള്ള ചില സൈക്യാട്രിക് മെഡിസിന്റെ സപ്പോർട്ട് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അതിനർത്ഥം നിങ്ങളൊരു ഈ പറഞ്ഞതുപോലെ രോഗിയാണെന്നോ അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണ്ടി വന്നേക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സംടൈംസ് യു നീഡ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ ഒരു 3 മന്തോ അല്ലെങ്കിൽ 1 മന്തോ 3 മന്തോ അത് എടുത്താൽ മതിയാവും. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, തെറാപ്പി മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തു, എക്സസൈസും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സംടൈംസ് യു നീഡ് ഇറ്റ്. തീരെ പറ്റാത്തവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ഇതൊന്നും ചെയ്തിട്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഹീലിംഗ് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒന്നും നടക്കാത്ത ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഒന്ന് ഡയഗ്നോസ് ചെയ്യണം. അല്ലെങ്കിൽ വല്ലാണ്ട് ഇന്റൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സാധാരണ കാണുന്നതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു, നിങ്ങൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നു, നിങ്ങൾ വല്ലാണ്ട്. അപ്പൊ സംടൈംസ് യു മേ നീഡ് എ സപ്പോർട്ട്. സപ്പോർട്ടാണ് ഞാൻ പറയുന്നത്, ഡിപ്പെൻഡൻസി അല്ല. മനസ്സിലാവുണ്ടോ? അത് ചിലപ്പോൾ വേണ്ടി വരും. ചില ആൾക്കാർക്ക് അത് വേണ്ടി വരും, ചില ആൾക്കാർക്ക് വേണ്ടേ ആവശ്യമില്ല. ഹീലിംഗ് ചെയ്തത് അങ്ങോട്ട് ചെയ്യുന്നതോടുകൂടി ഒറ്റടിക്കാണ് ക്ലിയർ ആവും. സോ ഒറ്റടിക്ക് ആ മെഡിസിനിലേക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. യു ഡയഗ്നോസ് ആൻഡ് യു ചെക്ക്, യു ടെസ്റ്റ്. ഇത് വേണ്ടി വന്നേക്കാം. അടുത്തത്, ഹാവ് എ ഗോൾ. ലൈഫിൽ ഒരു ഗോൾ വേണം. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഗോൾ ഉണ്ടാവില്ല. ദാറ്റ് മൈറ്റ് ബി ദ റീസൺ. അവർക്കൊരു പർപ്പസ് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ലൈഫിന് ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കണം. എന്താണ് ആ ചുറ്റുപാട്? നമുക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് വേണം, നമുക്കൊരു ലക്ഷ്യം വേണം. ഓക്കെ, നമുക്കൊരു ചുറ്റുപാട് വേണം. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു ചുറ്റുപാട്. ആ ചുറ്റുപാട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചുറ്റുപാട്. യെസ്, സുബൈദ മാം പറയുന്നു മെഡിസിനേക്കാൾ ഫലം EFT തന്നെയാണ്. തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാരണം മാമിനെ സംബന്ധിച്ചിടത്തോളം മെഡിസിന്റെ ആവശ്യമില്ല. യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. മെഡിസിൻ അല്ല, മെഡിസിൻ ചില ആൾക്കാർക്ക് തീരെ വർക്ക് ചെയ്യില്ല. തീരെ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതിന് ആവശ്യം. ഞാൻ പറയുന്നത് മെഡിസിന്റെ സപ്പോർട്ട് ചിലപ്പോൾ വേണ്ടി വരുന്ന പറയുന്നത്, തീരെ വയ്യാത്ത അവസ്ഥയിൽ എന്നതിനർത്ഥം അത് സ്റ്റോപ്പ് ചെയ്യണം. അതിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. അതിലിങ്ങനെ ആശ്രയിച്ച് കാലാകാലം പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ചില സമയത്ത് തീരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സംടൈംസ് യു നീഡ് ദാറ്റ്സ് ഓൾ കേട്ടോ. ചില ആൾക്കാർ അത് എടുക്കാതെ കഷ്ടപ്പെടുന്നുണ്ട്. തീരെ അതിനോട് ഭയങ്കരമായിട്ട് മുഖം തിരിച്ചിട്ട് ലൈഫ് കംപ്ലീറ്റ്ലി കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അത് വേണ്ടെന്ന് ഞാൻ പറയുന്നത്. മെഡിസിൻ എടുത്തിട്ട് ഇങ്ങനത്തെ തെറാപ്പി ഒഴിവാക്കണം എന്നല്ല. ഇങ്ങനത്തെ തെറാപ്പികളാണ് നിങ്ങൾ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യേണ്ടത്. മെഡിസിൻ എടുക്കുകയാണെങ്കിൽ പോലും ഈ തെറാപ്പികൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് മെഡിസിൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. തെറാപ്പി കൊണ്ട് മാത്രം ചില ആൾക്കാർക്ക് ആ തെറാപ്പി പോലും ചെയ്യാൻ കഴിയാത്തവരുണ്ടാവും. അവരോടാണ് പറയുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഡു യു അഗ്രി വിത്ത് മീ? അല്ലാതെ മെഡിസിൻ എടുക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഓക്കെ ആണല്ലോ? ഇസ് ക്ലിയർ? ഇഫ് അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. സി എല്ലാവരും കമന്റ് ചെയ്ത് കമന്റ് ഓൺ ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ. കാരണം ഐ ഡോണ്ട് വാണ്ട് യു ടു ഗോ ആൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സംഗതിയിലേക്ക് പോകരുത്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. സി എന്ന് കമന്റ് ചെയ്താൽ മതി. കമന്റ് ഓൺ സി. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ അടുത്തത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ? അടുത്തത് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു യു നീഡ് എ പ്ലാൻ. ഹാവ് എ പ്ലാൻ ടു ക്രിയേറ്റ് എ ബെറ്റർ ലൈഫ്. നേരത്തെ എഴുതി വെച്ചില്ലേ കുറേ സംഗതികൾ ഫിക്സ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് വർക്ക് ടുവേർഡ്സ് വെരി സ്ലോലി, സ്പീഡിൽ വേണ്ട, സ്ലോലി അതിലേക്ക് വർക്ക് ചെയ്യാം. സ്ലോലി. ഓക്കെ, സ്പീഡ് ക്രിയേറ്റ്സ് സ്ട്രെസ്. നമ്മൾ അർജൻസി ക്രിയേറ്റ് സ്ട്രെസ്. സ്ട്രെസ് ഇല്ലാതെ സ്ലോലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ എന്ത് അതിലേക്ക് വരിക കേട്ടോ. ഒരു പേസിൽ, സ്ലോ പേസിൽ വന്നാണ് വർക്ക് ടുവാർഡ്സ്. നിങ്ങൾ നേരത്തെ ചോദ്യം എഴുതി വെച്ചില്ലേ, അതിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെച്ചോളൂ. ആ ഒരു പ്രശ്നങ്ങൾ ഏരിയാസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം നോളജ് ആണ് എനിക്ക് വേണ്ടത് ചോദിക്കാം. ഏതെല്ലാം നോളജ് എനിക്ക് വേണം? ഏതെല്ലാം സ്കിൽ സെറ്റ് വേണം അല്ലെ? ഹെൽത്തിന്റെ ഏരിയ ഫിക്സ് ചെയ്യാൻ, വെൽത്തിന്റെ ഏരിയ ഫിക്സ് ചെയ്യാൻ അല്ലെ? ഹെൽത്തിന്റെ ഏരിയ ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ നോളജ് വേണം? എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള നോളജ് വേണം. ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ള നോളജ് വേണം. എത്ര റെസ്റ്റ് എടുക്കണം എന്നുള്ള നോളജ് വേണം. ഏതൊക്കെ പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കണം എന്നുള്ള നോളജ് വേണം. ഏതൊക്കെ, അപ്പൊ അത് ലൈക്ക് യുനോ ആ നോളജ്, ഏതൊക്കെ നോളജ് വേണം, ഏതൊക്കെ സ്കില്ല് വേണം. സ്കില്ല് ഏതൊക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ്. അടുത്തത് ഏതൊക്കെ സ്കില്ല് വേണം? ഹെൽത്തിന്, വെൽത്തിന്.
വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നോളജ് വേണം? വെൽത്ത് നോളജ് വേണം. ഓക്കെ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് നമ്മൾ 1% ക്ലബ് എന്ന് പറയുന്ന ക്ലബ് ഉണ്ട്. അത് വെൽത്ത് ക്രിയേഷന്റെ ക്ലബ്ബാണ്. പണം എങ്ങനെ സമ്പാദിക്കാം, പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കംപ്ലീറ്റ്ലി പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. ഒരു വർഷത്തെ കോച്ചിങ് ആണ്. അതിൽ നിങ്ങളെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യാം, നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, ഒക്കെ പ്രോഗ്രാമാണ്. സോ അതിന്റെ നോളജ് ഒക്കെ നിങ്ങൾക്ക് അതിൽ പഠിക്കാം. വെൽത്ത് ക്രിയേഷൻ. അടുത്തത് എന്താ? ഹെൽത്ത്, വെൽത്ത്, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കുറെ ലിസ്റ്റ്. ഇമോഷൻസ് മാനേജ് ചെയ്യാൻ EFT തെറാപ്പി, അതിനെ കുറിച്ച് പഠിക്കണം. അടുത്തെന്താ നിങ്ങൾ പഠിക്കേണ്ടത്? ഇമോഷൻസ് മാനേജ് ചെയ്യാൻ, തോട്ട്സ് കുറയ്ക്കാൻ EFT തെറാപ്പി. നോ ഡൗട്ട് അബൌട്ട് ബെസ്റ്റ് മെഡിസിൻ ആണ്. അടുത്ത എന്താണ് പറഞ്ഞിരുന്നു അല്ലെ? ഫൊർഗീവ്നെസ് കൊടുക്കുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലെ, സ്പിരിച്വൽ പ്രാക്ടീസസ്. അതിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഫൊർഗീവ്നെസ്സും ഒക്കെ നോളജ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. സെൽഫ് ലവ് എങ്ങനെ ചെയ്യാം, ഫൊർഗീവ്നെസ് എങ്ങനെ ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ ചെയ്യാം, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ ചെയ്യാം. സോ യു ഹാവ് ടു ഹാവ് ദോസ് കൈൻഡ് ഓഫ് നോളജ്. നിങ്ങൾക്ക് ഒരു സൈഡിൽ വേണ്ടത് എന്താ വെച്ചാൽ ഈ സംഗതികൾ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് യു ഹാവ് ടു ഹാവ് എ നോളജ് വേണം ഓരോ ഏരിയാസും. അടുത്ത് സ്കില്ല് വേണം, കഴിവ് വേണ്ടി. ഇത് എങ്ങനെ ചെയ്യാന്നുള്ള കഴിവ് പഠിച്ചെടുക്കണം. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, ബിസിനസ് സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, സെയിൽസ് സ്കില്ല്, ഇതൊക്കെ പണം ഉണ്ടാക്കാനുള്ള സ്കില്ലാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ ഈ സ്കില്ല് വേണം. വെൽത്ത് ക്രിയേഷൻ ഈ സ്കില്ല് വേണം. ഈ സ്കില്ല് പഠിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1% ക്ലബ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടുള്ളത്. പണം ഉണ്ടാക്കണമെങ്കിൽ, സമ്പത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് ഓൾ ദോസ് കൈൻഡ് ഓഫ് സ്കിൽസ്. എങ്ങനെ പണം ഉണ്ടാക്കാം, അതിനെങ്ങനെയാണ് നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത് കേട്ടോ, അത് പഠിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ മറ്റൊരു പ്രോഗ്രാമാണ് അഡ്വാൻസ് പ്രോഗ്രാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്വാൻസ് പ്രോഗ്രാം. അത് EFT പഠിച്ച ആൾക്കാർക്ക് തന്നെ വരാം. അപ്പൊ അഡ്വാൻസ് ആയിട്ട് അത് വെച്ചാൽ കംപ്ലീറ്റ്ലി കുറച്ചുകൂടെ സ്പിരിച്വലി നിങ്ങൾ അഡ്വാൻസ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താ അടുത്തത് എന്താ പറഞ്ഞത്? നോളജ് പറഞ്ഞു. ഇനി അടുത്ത് എഴുതി വെച്ചു സപ്പോർട്ട്. വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട് യു നീഡ്? ഏതൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്? നോളജ്, സ്കില്ല് പറഞ്ഞു, പിന്നെ അടുത്തത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫ്രം ദ പീപ്പിൾ, സപ്പോർട്ട് ഫ്രം അതർ പീപ്പിൾ. ആരുടെയൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജേർണി പൂർത്തിയാക്കാൻ വേണ്ടത്? സപ്പോർട്ട്. അടുത്തത് എഴുതി വെച്ചോ, ഹൗ മച്ച് മണി യു നീഡ്? എത്ര പണം നിങ്ങൾക്ക് ആവശ്യമാണ്? ഹൗ മച്ച് മണി യു നീഡ് കേട്ടോ, ഹൗ മച്ച് മണി യു നീഡ് എഴുതിയോ? ഓക്കെ, ഹൗ മച്ച് മണി യു നീഡ്, ഹൗ മച്ച് സപ്പോർട്ട് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. വാട്ട് ഈസ് മൈ പ്ലാൻ? ഒരു ഏരിയ ഹെൽത്ത് എന്ന് എഴുതിക്കോ. ഹെൽത്ത് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതിക്കോ വാട്ട് ഈസ് മൈ പ്ലാൻ ടു അച്ചീവ് ദിസ് ഹെൽത്ത് ഗോൾ. വാട്ട് ഈസ് മൈ പ്ലാൻ ടു അച്ചീവ് ദിസ് ഹെൽത്ത് ഗോൾ. ആ ഹെൽത്ത് ഗോളിന്റെ പ്ലാൻ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ, ഹൗ ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്. ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഹൗ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെപ്സ് കേട്ടോ. വാട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ഞാൻ ചെയ്യും. ഹൗ എന്ന് പറയുന്നത് ആദ്യം ഞാൻ എന്ത് ചെയ്യും, പിന്നെന്ത് ഞാൻ ചെയ്യും, പിന്നെന്ത് ഞാൻ ചെയ്യും. ദാറ്റ് ഇസ് യുവർ സ്റ്റെപ്പ്. ഹൗ ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്. അടുത്തത് എഴുതിക്കോ, വെൻ വിൽ ഐ ഡു ഇറ്റ്? ഞാൻ എന്ന് ചെയ്യും. വെൻ വിൽ ഐ ഡു ഇറ്റ്. ഓക്കെ, അടുത്തത് വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യണം? വൈ ഷുഡ് ഐ ഡു? അടുത്തത് എഴുതി വെച്ച വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഇഫ് ഐ ഡു ഇറ്റ്? ഇത് ചെയ്താലുള്ള നേട്ടങ്ങൾ എന്തല്ല? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഇഫ് ഐ ഡു ഇറ്റ്? ഇത് ചെയ്താലുള്ള നേട്ടങ്ങൾ എന്തല്ല? അടുത്തത് ഇത് ചെയ്തില്ലെങ്കിലുള്ള നഷ്ടങ്ങൾ എന്തല്ല? വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡോണ്ട് ഡു ഇറ്റ്? ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം നഷ്ടങ്ങളുണ്ട്?
ഓക്കെ, ഇതിനെല്ലാം ഉത്തരം എഴുതണം. ഒന്ന് എഴുതിയാലോ? ഒരു 5 മിനിറ്റ് സമയം തരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് മൈ പ്ലാൻ? ഒരെണ്ണം എഴുതാം. ഏതാ? ഹെൽത്ത് ആണോ? ഏതാ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്? ഒന്ന് എഴുതിയേ, ഒന്ന് എഴുതും. വാട്ട് ഈസ് മൈ പ്ലാൻ? ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ 2 ക്വസ്റ്റ്യൻസ് എഴുതിക്കുക. 2 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതിയാൽ മതി. 3 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യും? ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം നഷ്ടം ഉണ്ടാവും? ഇത് ഞാൻ ചെയ്താൽ എന്തെല്ലാം നേട്ടമുണ്ടാവും? ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻസ് എഴുതിക്കുക. എന്ത് ഞാൻ ചെയ്യും, അതിനുള്ളത് എന്ത് നോളജ് ആണ്? ഓർമ്മയില്ലേ? ഏത് നോളജ് ആണ്? അതാണ് എന്ത് ചെയ്യുന്നുള്ളത്. ഏത് നോളജ് ആണ്, ഏത് സ്കില്ലാണ് ഞാൻ പഠിക്കേണ്ടത്, ഞാൻ എങ്ങനെ ചെയ്യും, അല്ലെ? ഏത് സ്കില്ലാണ്, നോളജ് ആണ്, ആരുടെ സപ്പോർട്ടാണ്? എന്നിട്ട് എന്ത് ചെയ്യാ? എഴുതിക്കോ. എല്ലാവരും എഴുതി, എല്ലാവരും എഴുതി. എഴുതിയോ? സലാഹുദ്ദീൻ എഴുതുന്നുണ്ടോ? എഴുതു. എഴുതുന്നുണ്ടോ സലാഹുദ്ദീൻ? പെന്നെ പേപ്പർ ഒന്ന് കാണിക്കാവോ? യെസ്, വെരി ഗുഡ്. എഴുതു. അതിന് ഉത്തരം എഴുതു കേട്ടോ. എഴുതിയാലുള്ള നേട്ടങ്ങൾ എന്തെല്ലാം, എഴുതിയാലുള്ള നഷ്ടങ്ങൾ എന്തെല്ലാം, ചെയ്തില്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യും എന്നുള്ളതിന് എന്താണ്? എന്ത് നോളജ് ഞാൻ നേടണം, എന്ത് സ്കില്ല് ഞാൻ നേടണം, ആരുടെയൊക്കെ സപ്പോർട്ട് ഞാൻ നേടണം, പിന്നെ ഹൗ ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്, വെൻ ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്, അല്ലെ? വൈ ഷുഡ് ഐ ഡു ഇറ്റ്? എന്തിന് ഞാൻ ചെയ്യണം? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? എനിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്താണ്? എഴുതി കഴിഞ്ഞവർ ഡി എന്ന് കമന്റ് ചെയ്യട്ടോ. ഡൺ എന്നുള്ളതിന് ഡി. ഓക്കെ, എഴുതിയവർക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് പറയാവോ?
ഇത് എഴുതിയപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ആ ഫീലിംഗ് ഒന്ന് പറയാമോ? അത് ബാക്കിയുള്ളവർക്ക് എഴുതാൻ ഒരു ഇൻസ്പിറേഷൻ ആവും. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? വിജീഷ്, ഒരു ക്ലാരിറ്റി കിട്ടി, കോൺഫിഡൻസ് കിട്ടി, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഓഡിയോയിൽ കോൺഫിഡൻസ് കിട്ടി, ക്ലാരിറ്റി കിട്ടി, എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി അല്ലേ? വേറെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി, ഒരു കോൺഫിഡൻസ് കിട്ടി, ഒരു പ്ലാൻ ആയി. അപ്പൊ ഇനി നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ സെഷനിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് മൈ ഫാമിലി വിൽ ഗെറ്റ് ഫ്രം ദിസ്? എന്റെ ഫാമിലി, what are the benefits my family will get from this? What are the benefits my partner will get? My life partner, and life partner, my spouse, and the partner and the ലഭിക്കും. What are the benefits my kids will get from this? What are the benefits my നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബിസിനസ് പാർട്ണർ ഉണ്ടെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ് വിൽ ഗെറ്റ് ഫ്രം ദിസ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് മൈ ബിസിനസ് വിൽ ഗെറ്റ് ഫ്രം ദിസ്? എന്റെ ബിസിനസ്, ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് മൈ കരിയർ വിൽ ഗെറ്റ് ഫ്രം ദിസ്? ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതിലൂടെ എന്റെ കരിയർ ഞാൻ എങ്ങനെ ബെറ്റർ ആക്കാൻ സഹായിക്കും. ക്ലിയർ ആണോ? ഓരോ സംഗതിക്കും ഇത് എഴുതണം കേട്ടോ. ഓരോ പ്രോബ്ലം എടുക്കുക, ഓരോ ഏരിയ എടുക്കുക, എന്നിട്ട് ഈ വർക്കൗട്ട് ഒന്ന് നിങ്ങളൊന്ന് ചെയ്യും. നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, യു വിൽ ഹാവ് എ സൂപ്പർ ക്ലാരിറ്റി ഓൺ വാട്ട് ടു ഡു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോകണം, ഏത് കോഴ്സ് ചെയ്യണം, കംപ്ലീറ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, എനിക്കിവിടെ സെഷൻ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ അടുത്തൊരു സെഷൻ ഉണ്ട്, 1% ക്ലബ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ സെഷനിലേക്ക് കിടക്കാൻ നിൽക്കുകയാണ്. എല്ലാ ആഴ്ചയിലും 2 ദിവസമാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. കംപ്ലീറ്റ്ലി വെൽത്ത് ക്രിയേഷൻ ആണ്. ഇൻ ഡെപ്തിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാണ്, ഡീപ്പായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ 1 വർഷത്തെ കോച്ചിങ് ആണ്. ആഴ്ചയിൽ 2 ദിവസം 2 മണിക്കൂറിന്റെ 102 സെഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോ അറിയാലോ, 102ഓളം സെഷൻസ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തും. 104ഓളം സെഷൻസ്, 104ഓളം സെഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള 1 വർഷത്തെ കോച്ചിങ് ആണ്. 104 2 മണിക്കൂർ ട്രെയിനിങ്ങുകൾ അതിലുണ്ട്. ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്, ഇൻഡെപ്തിൽ ട്രെയിനിങ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് അതിലേക്ക് വരാം, വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. വിൽ ക്രിയേറ്റ് എ വെൽത്ത് ടുഗദർ. അതൊരു കമ്മ്യൂണിറ്റിയാണ്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന, പരസ്പരം ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഒരു സ്പെഷ്യൽ മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വരുമാനം ആ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ വേണ്ട എല്ലാ സപ്പോർട്ടുകളും ലഭിക്കും. ഇറ്റ്സ് എ ഹ്യൂജ് പ്ലാറ്റ്ഫോം, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. താല്പര്യമുള്ളവർക്ക് എന്ത് അതിലേക്ക് വരാം. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ ആയോ? മൈൻഡ് ബ്ലോയിങ് സെഷൻ, വെരി ഗുഡ്. പറഞ്ഞ പോലെ തന്നെ യൂസ്ഫുൾ അല്ലേ? വെരി ഗുഡ്. എന്താ യൂസ്ഫുൾ എന്ന് പറയാൻ കാരണം, മൈൻഡ് ബ്ലോയിങ് എന്ന് പറയാനുള്ള കാരണം എന്താ? നസ്രീൻ ഒന്ന് പറയാവോ? അത് കേട്ടിട്ട് അങ്ങ് പോവാം. എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ്? ചെറുതായിട്ടൊന്ന് മാറിപ്പോയിരുന്നു. മീൻസ് അങ്ങനല്ല, ചെറുതായിട്ടൊരു മടിയൊക്കെ കുടുങ്ങിയിരുന്നു. നോമ്പായപ്പോ ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എഴുതിയപ്പോ എല്ലാവർക്കും സമാധാനം, മെയിൻ ആയിട്ട് ലാസ്റ്റ് സമാധാനം കിട്ടും. അപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനിലെ ആൻസർ അതാണ്. നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും സമാധാനമാണ്. എല്ലാരും അതാ പറയാ, നല്ലൊരു സമാധാനം ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളായിരുന്നു വലിയ പ്രശ്നക്കാര്. നമുക്ക് അവരാണ് പ്രശ്നം, അവരെ കൊണ്ട് നമ്മൾ ഇങ്ങനായിന്ന് പറയെങ്കിലും നമ്മളുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു. അപ്പൊ ഇത് കുറച്ചുകൂടെ എഴുതിയപ്പം ഇത് മുന്നേ ഒക്കെ സാർ എപ്പോഴൊക്കെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി ഒന്ന് ഓർമ്മ വന്ന് റിമൈൻഡർ പോലെ തോന്നി. വെരി ഗുഡ്. സോ ദാറ്റ്സ് ഇറ്റ്. അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ ട്രാക്കിലേക്ക് വീണ്ടും കൊണ്ടുവരിക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ പിടിച്ചിരുത്തി കൊണ്ടുപോവുക, നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ആ ഒരു ട്രാക്കിൽ കൊണ്ടുവന്ന് വീണ്ടും നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോവുക. സോ ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. വളരെ പേഷ്യന്റ് ആയിട്ട് പല ദിവസങ്ങളിൽ സെഷനിൽ ഞാൻ ഉണ്ടാവാറില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. വി ആർ ബിൽഡിങ് എ ടീം. നമ്മൾ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ദിവസം കാണാം. ഏതായാലും നാളെ ആരംഭിക്കുകയാണ് കോഴ്സ്.
രാവിലെയാണ് സെഷൻ നടക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആരുണ്ടെങ്കിലും പങ്കെടുക്കാം. നാളെ 7 മണി മുതൽ ഒരു 9 മണി വരെയാണ് നമ്മുടെ സെഷൻസ് നടക്കുന്നത്. 12 ദിവസത്തെ കോച്ചിങ്, 10 ദിവസത്തെ കോച്ചിങ്, 10 ദിവസത്തെ കോച്ചിങ്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക കേട്ടോ. ഓക്കെ, പ്രോഗ്രാമിലേക്ക് വരിക. താങ്ക് യു സോ മച്ച്. ഉഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സർ. വെരി ഗുഡ്, താങ്ക് യു. Thank you, sir. താങ്ക് യു സോ മച്ച്.